ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നതോടുകൂടി അദ്ദേഹത്തിനും പത്നിക്കും ജീവിതമാർഗങ്ങൾ അന്വേഷിക്കേണ്ടി വന്നു. അതിനുള്ള ഉപാധികളും ഉപകരണങ്ങളും മലക്കുകൾ വഴി അള്ളാഹു ആദമിനും ഹവ്വക്കും പരിചയപ്പെടുത്തി. ആദമിന് നരകത്തിൽ നിന്ന് ഒരു തീപ്പൊരിയും ജിബ്രീൽ കൊടുത്തിരുന്നു. അത് സ്പർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ പൊള്ളിയതിനാൽ അദ്ദേഹം അത് സമുദ്രത്തിൽ എറിഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം ആ തീ തിരഞ്ഞെടുത്ത് വീണ്ടും ആദമിനു നൽകി. അപ്പോഴും കൈ പൊള്ളിയതിനാൽ ആദം അലൈഹിസ്സലാം അത് വലിച്ചെറിഞ്ഞു. ഇങ്ങനെ 7 തവണ കൊണ്ടുവന്നിട്ടും ആദമിനത് സ്പർശിക്കാനായില്ല. അതുകൊണ്ട് തന്നെ അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം ആ അഗ്നിയെ ഇരുമ്പിലും കല്ലിലുമായി നിക്ഷേപിക്കുകയാണ് ചെയ്തത്. ഇതിൽ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം 3 ഗോതമ്പ് മണി ആദമിനും 1 മണി ഹവ്വക്കും നൽകി. ആദമിന് ഇരുമ്പ് കൊണ്ട് കാർഷിക ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഹജ്ജ് കർമാനന്തരം ആദമും ഹവ്വയും തിരിച്ചു പോന്നു. ഇവിടെ വെച്ച് ഹവ്വ ബീവി ഗർഭിണിയാവുകയും പിന്നീട് പ്രസവിക്കുകയും ചെയ്തു. ഒന്നാമത്തെ പ്രസവത്തിൽ ഒരാണും ഒരു പെണ്ണുമായി 2 കുട്ടികൾ ഇരട്ടിയായി പ്രസവിക്കപ്പെട്ടു. ആണിനു കാബീൽ എന്നും പെണ്ണിന് ഇക്ലിമ എന്നും പേരിട്ടു. രണ്ടാമത്തെ പ്രസവത്തിലും ആണും പെണ്ണുമായി 2 കുട്ടികൾ ജനിച്ചു. ആ പ്രസവത്തിലെ ആണിന് ഹാബീൽ എന്നും പെണ്ണിനു ലബൂദ എന്നുമാണ് പേരിട്ടിരുന്നത്. ഇങ്ങനെ ഇരട്ടിയായി 20 പ്രസവങ്ങളുണ്ടായി. ഒടുവിലെ പ്രസവത്തിലെ ഇരട്ടക്കുട്ടികൾക്ക് യഥാക്രമം അബ്ദുൽ മുക്കീസ് എന്നും അമത്തുൽ മുക്കീസ് എന്നും പേരിട്ടതായി പറയപ്പെടുന്നു. ഹാബീൽ, കാബീൽ, ലബൂദ, ഇക്ലീമ എന്നീ 4 പേരും പ്രായപൂർത്തിയായപ്പോൾ ആദം നബി അലൈഹിസ്സലാം അവരെ വിവാഹത്തിലേർപ്പെടുത്തി. ഹാബീലിൻ്റെ ഇണയായി ജനിച്ച ലബൂദയെ കാബീലും കാബീലിനോടുകൂടി ജനിച്ച ഇക്ലീമയെ ഹാബീലും വിവാഹം കഴിക്കണം എന്നായിരുന്നു ആദം നബി അലൈഹിസ്സലാം നിശ്ചയിച്ചത്. എങ്കിലും കാബീൽ പിതാവിൻ്റെ ഇഷ്ടത്തിന് വശംവദനായില്ല. സ്വന്തം ഇണയായി പ്രസവിക്കപ്പെട്ട ഇക്ലീമ കൂടുതൽ സുന്ദരിയാണെന്നും അവളെ തനിക്കു തന്നെ കിട്ടണമെന്നും കാബീൽ ആഗ്രഹിച്ചു. തൻ്റെ കൽപ്പന അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണെന്നും തർക്കം കൂടാതെ അനുസരിക്കണമെന്നും പിതാവ് വീണ്ടും ഉപദേശിച്ചു നോക്കി. എന്നിട്ടും കാബീൽ തിരസ്കരിക്കുകയാണ് ചെയ്തത്. അവസാനം ആദം നബി അലൈഹിസ്സലാം ഇങ്ങനെ കൽപ്പിച്ചു: എന്നാൽ പിന്നെ നിങ്ങളിരുവരും അള്ളാഹുവിന് ഒരു ബലിയൽപ്പിച്ചു നോക്കുക. ആരുടെ ബലി സ്വീകരിക്കപ്പെടുന്നവോ അവൻ ഇക്ലിമിയെ വിവാഹം കഴിക്കട്ടെ. അങ്ങനെ 2 പുത്രന്മാരും മക്കയിലെ ഒരു മലമുകളിൽ കയറി ഹാബീൽ ഒരു നല്ല ആട്ടിനെയും കാബീൽ ഒരു പിടി ഗോതമ്പും വൈക്കോലും മലമുകളിൽ ബലിയായി വെച്ചുകൊണ്ട് പിന്മാറി നിന്നു. തൽക്ഷണം ആകാശത്ത് നിന്ന് ഒരു വെള്ളമേഘം ഇറങ്ങി വന്നു. അത് കാബീലിൻ്റെ ബലിസാധനത്തെ ഒന്ന് വലയം വെച്ച് നോക്കിയെങ്കിലും ഉടൻ തന്നെ ഹാബീലിൻ്റെ ബലിവസ്തുവിനെയും നോക്കി പിന്മാറുകയുണ്ടായത്. ഹാബീലിൻ്റെ ബലിവസ്തുവായ ആട്ടിനെ മേഘം വഹിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇങ്ങനെ കാബീലിൻ്റെത് തള്ളപ്പെടുകയും ഹാബീലിൻ്റെത് സ്വീകരിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. അവരിൽ ഒരാളുടേത് സ്വീകരിച്ചു, മറ്റേത് സ്വീകരിച്ചില്ല എന്ന് ഖുർആനിൽ വന്നിട്ടുള്ളത് ഈ ബലികളെ പറ്റിയാണ്. ഹാബീലിൻ്റെ ബലി സ്വീകരിക്കപ്പെട്ടിട്ടുള്ളതിനാൽ ഇക്ലിമിയെ പത്നിയാക്കേണ്ടത് അവൻ തന്നെയാണ്. നീ അവകാശം പറയുന്നത് തെറ്റാണ് എന്ന് ആദം നബി അലൈഹിസ്സലാം കാബീലിനെ വീണ്ടും ഉപദേശിച്ചു. അപ്പോഴും കാബീൽ സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല. ഹാബീലിനെ കൊന്നുകളയുമെന്ന് അവൻ പ്രതിജ്ഞ ചെയ്തു. അവൻ ഹാബീലിനുണ്ടായിരുന്ന സഹോദര സ്നേഹം നശിച്ചുപോയി. ഹാബീലിനെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് ആലോചിച്ചുകൊണ്ട് അവൻ അങ്ങുമിങ്ങും ചുറ്റി നടന്നു. കൊല ചെയ്യേണ്ടത് എന്ത് ചെയ്തിട്ടാണെന്നും അവന് അറിയുന്നുണ്ടായിരുന്നില്ല. ഹാബീൽ സഹോദരനെ കൊല്ലേണ്ടതെങ്ങനെയാണെന്നറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്ന അവസരത്തിൽ ഇബ്ലീസ് കാബീലിൻ്റെ ഒരു സഹോദര വേഷം ധരിച്ചുകൊണ്ട് അവൻ്റെ അടുക്കൽ ചെന്നു 2 കരിങ്കല്ലെടുത്ത് ഒന്നുകൊണ്ട് മറ്റേത് എറിഞ്ഞു 2 പൊളയാക്കി. അത് കണ്ടപ്പോൾ തനിക്കും അപ്രകാരം ചെയ്തുകൊണ്ട് സഹോദരനെ കൊല്ലാമെന്ന് കാബീൽ തീർച്ചപ്പെടുത്തി. അങ്ങനെ അവർ ഹാബീലിനെ തിരഞ്ഞു നടന്നു കണ്ടെത്തി. ഹാബീൽ ഒരു മലയുടെ അടിവാരത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു. കാബീൽ ഒരു പാറക്കല്ലെടുത്തു ഹാബീലിൻ്റെ തലക്കുമീതെ ഇട്ടുകൊണ്ട് അദ്ദേഹത്തിനെ കൊന്നു. ആദം സന്താനങ്ങളിൽ അഥവാ മനുഷ്യവർഗത്തിൽ അക്രമമായി കൊല ചെയ്യപ്പെട്ട ഒന്നാമത്തെയാൾ ഈ ഹാബീലാകുന്നു. അദ്ദേഹത്തിന് 20 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഹാബീൽ വധിക്കപ്പെട്ടപ്പോൾ ആ ശവം എങ്ങനെയാണ് മറയ്ക്കേണ്ടതെന്നറിയാതെ കാബീൽ പരിഭ്രമിച്ചു. അദ്ദേഹം ആ ശവം ആരെങ്കിലും കണ്ടെത്തുമെന്ന് പേടിച്ച് അതൊരു ചാക്കിലാക്കി പുറത്തു തൂക്കിയിട്ടുകൊണ്ട് അങ്ങുമിങ്ങും ചുറ്റി നടന്നു. അവൻ അതെവിടെയെങ്കിലും അഴിച്ചിട്ടാൽ തിന്നാമെന്ന വിചാരത്തിൽ പറവകളും കാട്ടുമൃഗങ്ങളും അവനെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം കാബീലിനായി 2 കാക്കകളെ അള്ളാഹു നിയോഗിച്ചു. അവയിലൊന്ന് മറ്റൊന്നിനെ കൊത്തിക്കൊന്നു.
കൊന്ന കാക്ക അതിൻ്റെ ചുണ്ടുകൾ കൊണ്ടും കുത്തിയും കാലുകൾ കൊണ്ടും മണ്ണ് നീക്കിയും ഒരു കുഴിയുണ്ടാക്കി ചത്ത കാക്കയെ ആ കുഴിയിലിട്ട് മണ്ണിട്ട് മൂടി. അത് കണ്ടപ്പോൾ കാബീൽ പറഞ്ഞു, കഷ്ടം, ഈ കാക്ക ചെയ്തതുപോലെ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. അങ്ങനെ ചെയ്തുകൊണ്ട് എൻ്റെ സഹോദരൻ്റെ ശവം എനിക്ക് മറയ്ക്കാമായിരുന്നു. അങ്ങനെ ഈ വാക്ക് അതേപടി ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ അവൻ ഖേദിച്ചവരിൽ പെട്ടുപോയി എന്ന് പരിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്നു. എന്നാൽ കാബീലിന് സഹോദരനെ കൊന്നതിലല്ല വേദനയുണ്ടായതെന്നും നേരെ മറിച്ച് ശവം മറവു ചെയ്യാനാവാതെ അത് മുതുകിലേറ്റി ചുറ്റിത്തിരിയേണ്ടി വന്നതിലായിരുന്നുവെന്നും ഖുർആൻ വ്യക്തമാക്കാം പ്രസ്താവിച്ചിരിക്കുന്നു.